സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിരയെ കണ്ടു. മരണമെന്ന് പേർ, വാൾ, ക്ഷാമം, മഹാവ്യാധി, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ അവരധികാരം ലഭിച്ചു. നമ്പർ 2, ഇന്നത്തെ ഗൂഗിൾ നിങ്ങളോട് സംസാരിക്കുന്നു. വോയിസ് ട്രാൻസ്ലേറ്റിംഗ് ഡിവൈസ്. അങ്ങനെയെങ്കിൽ 2035 സാത്താൻ നിങ്ങളോട് സംസാരിക്കും. തിരുവനന്തപുരം വഴുതക്കാട് റേഡിയോ നിലയത്തിൽ പണ്ട് പുതുക്കുന്നിലെ ഒരു സഹോദരൻ 5:30 വാർത്ത തുടങ്ങും. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് എന്ന് വാർത്ത റേഡിയോ സ്റ്റേഷന് കേൾക്കുന്നത് പോലെ, പാർക്കിൽ കേൾക്കുന്നത് പോലെ 2035 സാത്താൻ സംസാരിക്കാൻ പോകുന്നു. വെളിപ്പാട് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചെങ്കിൽ നൗ ഗൂഗിൾ സ്പീക്കിംഗ് വരാൻ പോകുന്നു. സാത്താൻ ഉലകത്തോട് സംസാരിക്കും. അവൻ്റെ ശബ്ദം റേഡിയോ പാർക്കിൽ നിന്ന് പുതുക്കുന്നു ഐരൂപ്പാറയും കേൾക്കുന്നത് പോലെ ഇവിടെ ആ ശബ്ദം മൊബൈലിൽ കേൾക്കുന്നതിന് മുമ്പ് കാന്തൻ്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങും. ഈ തലമുറയിൽ ഒറ്റ കാര്യം ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ട് നിർത്താം. ഈ ആധാർ, റേഷൻ കാർഡ്, പാസ്പോർട്ട്, ID എല്ലാം ഒറ്റ കാർഡ്, ഒരു നമ്പർ. ടെൽ മീ ദ ഹോം മിനിസ്റ്റർ മിസ്റ്റർ അമിത് ഷാ ഇൻ ഇന്ത്യ 2021 നോ മോർ സെൻസസ് നീഡ്. എല്ലാം ഒറ്റ അക്കത്തിൽ. ഹ്യൂമൻ ട്രാക്കിംഗ്, സപ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ശ്രദ്ധയോടെ കേൾക്കണം ഇന്ന് രാത്രി മാത്രം. നമ്പർ 1 ആധാർ. നമ്പർ 2 ആധാർ പോയി. നമ്പർ 3 നിങ്ങളുടെ ATM കാർഡിൽ ചിപ്പ്. നമ്പർ 4 ഇതിവിടെ ഈ ചിപ്പ് പൊട്ടിയാലുള്ള അവസ്ഥ. ഇന്ന് രാത്രി നിർത്താം. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 13 വേർഡ്സ് 13, 16, 17, 18 വാക്യങ്ങൾ. ശ്രദ്ധയോടെ വായിച്ചോട്ടെ മോനെ. അത് ചെറിയവരും വലിയവരും. ഈ വാക്യങ്ങൾ ശ്രദ്ധയോടെ. ചെറിയവർ, വലിയവർ, സമ്പന്നന്മാരും ദരിദ്രന്മാരും. സമ്പന്നന്മാരും പൈസ ഉള്ള അച്ചായനും പൈസ ഇല്ലാത്ത അച്ചായനും. അടുത്തത് സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ. അവിടം വരെ നിൽക്കട്ട്. പക്ഷെ ഇനി അങ്ങോട്ട് നീട്ടണ്ട, കേട്ടോണം. സമ്പന്നൻ, ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ എല്ലാവരും ഒരേ ക്യൂവിൽ നിൽക്കുമെന്ന് വല്ലവർക്കും അറിയാമായിരുന്നു? ആർക്കും അറിയത്തില്ലായിരുന്നു. 2017 നവംബർ 6 ഐരൂപ്പാറ പഞ്ചായത്ത് നോക്കുന്ന പൊന്നമ്മാമയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ജോലിയുള്ള ചിന്നമ്മ സിസ്റ്റർ ഒരേ ക്യൂവിൽ നിന്ന് എത്ര രൂപ കിട്ടി? 4000. മിണ്ടുന്നോ എല്ലാവരും? സ്വത്രം. അങ്ങനെ ഒരു ദിവസം ആർക്കും അറിയത്തില്ലയോ? എൻ്റെ സാറേ ഇവരൊക്കെ ഇവിടെ ആണെന്ന് സാറേ ജീവിക്കുന്ന സ്വത്രം. ബാങ്കിൽ 4000 രൂപയ്ക്ക് ശ്രീകാര്യത്തിടന്ന് തല്ലിയ പാർട്ടികളായി ഇരിക്കുന്ന സ്വത്രം. ഒന്നും അറിയാത്ത രീതി സ്വത്രം. 2 പ്രളയം വന്നു. പ്രളയം വന്നപ്പോൾ ഞങ്ങളുടെ യുവജന സംഘടന ചെറുപ്പക്കാരുമായിട്ട് ചില സാധനങ്ങളുമായിട്ട് റാന്നി പോയി. ചെന്ന സമയത്ത് ന്യൂ ഇന്ത്യയിലെ പലരും എൻ്റെ പ്രസംഗം കേട്ടതാ. ക്യാമ്പിൽ ഇരുന്ന വേറൊരു ചെറുപ്പക്കാരനാണ്, പെന്തിക്കോസുകാരൻ. അവൻ എന്നോട് കണ്ടപ്പോഴേ പറഞ്ഞു, അച്ഛൻ ഇവിടെ ഒരു ചായ കൂടി. ലേഡീസിൻ്റെ ക്യാമ്പ്. കർത്താവേ, ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെയൊക്കെ വീട്ടിൽ സാരി മേടിച്ച ഭാര്യമാരുടെ മുഖം കടന്നൽ ഉത്തിയോലായിരിക്കുന്ന ജോർജറ്റാന്നോ ഓർഗൻഡിയാന്നോ കോട്ടയാന്നോ ഷിബോണാന്നോ ഇപ്പം ഏതെടുത്താലും നിൽക്കുക ക്യൂ ആയിട്ട്. സ്വത്രം. അപ്പുറത്ത് റാന്നിയിലെ കാച്ചാണത്തെ വർക്കിച്ചാനും നിൽക്കുന്നു. പഴവങ്ങാടി പഞ്ചായത്ത് നോക്കുന്ന പൊന്നമാമയെ നിൽക്കുന്നു ചപ്പാത്തിക്ക്. സ്വത്രം. എല്ലാം ഒരേ ക്യൂവിൽ. സ്വത്രം. ഇവ എന്നോട് പറഞ്ഞതാ, തിരുവനന്തപുരം രക്ഷപ്പെട്ട് നിൽക്കുക, പ്രാർത്ഥിച്ചോണ്ടാ മതി, എപ്പോൾ അടിക്കുമെന്ന് അറിയത്തില്ല. സ്വത്രം. പ്രളയം കണ്ടില്ലേ? ഇവ എന്നോട് പറഞ്ഞത് പ്രളയം വന്നത് നന്നായി. ഞാൻ പറഞ്ഞു, മോനെ അവർ കേട്ടാൽ നിന്നെ ശരിയാക്കും. കിണറ്റിനകത്ത് മൊത്തം ചെളിയും കയറി കുടിവെള്ളം ഇല്ലാതിരിക്കുക. അപ്പോൾ പറയാം പ്രളയം വന്നത് നന്നായെന്ന്. സ്വത്രം. അപ്പോൾ എന്നോട് പറയാം, പാസ്റ്റ് ഇവിടെ നിൽക്ക്, രാത്രിയിൽ ഞാനിതെല്ലാം ഓഫ് ചെയ്യും. 4 വാളണ്ടിയർമാർ വനിത LED അങ്ങ് ഓഫ് ചെയ്യും. സീരിയലിൽ തീരും. നല്ല കാര്യം. 2 ബെഞ്ച്, ഒരു പുൽപ്പ. റാന്നി ഞാൻ കണ്ടതാ. മയിൽക്കുറ്റി പോലെ ഇരുന്ന അച്ചായന്മാർ കിടക്കുന്നത്. AC ഇങ്ങനെ കൂട്ടിക്കൂട്ടിയിരുന്ന. പൂന്താനം പാടിയത് എത്ര ക്ലിയർ. മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും പവാൻ. നമ്മളിതൊന്നും പാടത്തില്ലല്ലോ. സ്വത്രം. ഇപ്പോഴാ കണ്ടത്. അവിടെ ചെന്നപ്പോൾ സ്വത്രം. 2 പൽപ്പ, 2 ബെഞ്ച്, ഒരു പുൽപ്പ. സഹോദരിമാരിലെ ഭയങ്കര സംസാരത്തെയും സ്ത്രീകൾ കൂടുതൽ. അവരെന്തോ ഇതെന്നറിയാമോ? രാത്രി സംസാരം. ഈ കട്ടിലെ കിടക്കുന്ന ചിന്നമ്മ, അപ്പുറത്ത് പൊന്നമ്മ. ചിന്നമ്മ സിസ്റ്ററെ ഏത് പാടിലെയാ? 10. പൊന്നമ്മയോട് ചോദിക്കും. പൊന്നമ്മ പറയും 10. അപ്പുറത്തോട്ട് വീണ്ടും രശ്മി മോൾ ഏത് വാർഡാ? 10. ജോയ്സി അപ്പുറത്ത്. അവൾ ചോദിക്കുക എത്ര? ജയ്മോൾ 10. എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ 10ാം വാർഡിലായിട്ട് ഇതുവരെ തങ്ങളിൽ കാണാൻ പറ്റിയില്ലെന്ന്. സ്വത്രം. ഹിന്ദിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഹം ദോ ഹംകോ ദോ ബച്ച. നമ്മൾ 2, നമുക്ക് 2. സ്വത്രം.
ഇപ്പൊ വീട്ടിനെല്ലാം ചാർ കമരയില്ലേ, നീച്ചെ ദോ കമര, അപ്പനും അമ്മയ്ക്കും മേളി പിള്ളേർക്ക് ഓരോ കമര. സ്വോത്രം. എല്ലാത്തിൻ്റെ കയ്യിൽ എന്താ? സാംസങ് ഗാലക്സി 36,000-ൻ്റെ. അപ്പനും മക്കളും തങ്ങളിൽ സംസാരമില്ല, പള്ളിയിൽ പോയാൽ പ്രൈസലോടില്ല, കപ്പയുടെ ചവിട്ടി എലി മാന്തുന്ന പോലെ മാന്തിക്കൊണ്ടിരിക്കുക. സ്വോത്രം. പ്രളയം വന്ന് സ്കൂൾ ക്യാമ്പിൽ കയറിയപ്പോൾ പാസ്റ്റർമാരും മോശമല്ല, പരമകള്ളന്മാർ. സ്വോത്രം. തീർത്ത് ഞാൻ പറയാം, മോനെ റെക്കോർഡ് ചെയ്തു. സ്വോത്രം. കൂടുതൽ വെച്ച് പ്രസംഗിക്കണ്ട. ഞങ്ങളെപ്പോലുള്ളവരെ താണ്ടി ഈ കറുത്ത പുസ്തകം സാറേ ഇപ്പോൾ എടുക്കത്തുള്ളൂ. ഇപ്പോൾ പല വീരന്മാരും ഇറങ്ങിയിട്ടുണ്ട്. ഏതാണെന്നറിയത്തില്ല, ടാബ്ലറ്റോ ആംബ്യൂളോ ക്യാപ്സൂളോ. സ്വോത്രം. തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ ഒരു കള്ളനുണ്ടായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു, നിന്നെ കർത്താവ് അടിക്കുമെന്ന് പറഞ്ഞ് നെത്തോലി അവനെ അടിച്ച് താഴെ ഇട്ടു. സ്വോത്രം. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. സ്വോത്രം. ആർബസ്റ്റിലൊക്കെ പ്രസംഗിച്ചുകൊണ്ട് ഞാനിട്ട് കുത്തിയപ്പോൾ ഞാൻ പരസ്യമായിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞാൽ, പിതാക്കന്മാർ വില കൊടുത്ത് നെഞ്ചു കീറി അനേകം പേര് ടാർപ്പാട്ടയ്ക്കകത്ത് ഒഴുങ്ങി മരത്തിനകത്ത് കെട്ടി ഞാൻ ഇത് എഴുതിയവൻ്റെ തലയിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് തീ പറ്റിച്ച ഇത് നമ്മുടെ കൈ വരാൻ അനേകം വില കൊടുത്തതാ. ഇത് കണ്ടിട്ട് നീ ഇപ്പം ഈ ക്യാപ്സൂൾ എടുത്ത് കൊത്തിയ നെത്തോലി നിന്നെ കർത്താവ് ഒതുക്കുമെന്ന് പറഞ്ഞു. സ്വോത്രം. ഒതുങ്ങി പെട്ടിയിലായി. സ്വോത്രം. ഇന്ന് രാത്രി ഞാൻ പറയുക, ഇതിട്ട് ഞെക്കിക്കൊണ്ടിരിക്കുക. ചർച്ചിൽ വരുന്നവനെ അറിയത്തില്ല, വീട്ടിൽ വരുന്നവനെ അറിയത്തില്ല, സഭയിൽ വരുന്നവനെ അറിയത്തില്ല. പറയാം. കണ്ടില്ലേ? തീർന്നു. നമ്പർ 2, സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ. ഈ ദിവസങ്ങളിൽ ഞാൻ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്നു അനന്തപുരിയിൽ. എന്നെ കാണാൻ നല്ലൊരു സഖാവ് വന്ന സഖാവ് ചെറിയാൻ കൽപ്പകവാടി. അങ്ങനെ ആളെ പറ്റി കേട്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. ലാൽ സലാം സിനിമയെടുത്ത TM വർഗീസ് വൈദ്യൻ്റെ മകൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ സ്ഥിരം പ്രസംഗം കാണുന്ന എന്നെ കാണാൻ പുള്ളിക്കാരൻ വന്നു. പുള്ളിക്കാരൻ എന്നോട് പറയാം, എറണാകുളത്ത് വെച്ച് പാസ്റ്റ് പ്രസംഗിച്ച ഒരു പ്രസംഗം എൻ്റെ ചെവിയിൽ അടിച്ചെന്ന്. സ്വോത്രം. ഞാൻ ചോദിച്ചു, എങ്ങനെ അടിച്ചു സാറേ? ഇപ്പോഴാ പാസ്റ്റ് പറഞ്ഞത്, അന്ന് വായിച്ചത് എനിക്ക് ഓർമ്മ വന്നെന്ന്. സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ. ഞാൻ ചോദിച്ചു, എന്തുവാ സാറേ? അയ്യോ പാസ്റ്റ് അറിഞ്ഞില്ലായിരുന്നു, മരടി ഫ്ലാറ്റ് പൊളിക്കാൻ തുടങ്ങിയപ്പം. സ്വോത്രം. ജോൺ ബ്രിട്ടാസ് താഴെ, രഞ്ജിനി ഹരിദാസ് താഴെ, മേജർ രവി താഴെ, കോഴഞ്ചേരിയിൽ അമ്മാമയും താഴെ. സ്വോത്രം. ഫ്ലാറ്റിൽ താമസിക്കുന്നവൻ തങ്ങളെ കണ്ട മീൻവെള്ളം എടുത്തെറിയുന്നവനാ. സ്വോത്രം. പൊളിക്കാൻ വന്നപ്പോൾ എന്താ എല്ലാവനോട് റാന്തലും പിടിച്ചുകൊണ്ടിരിക്കുന്നു. സ്വോത്രം. ബിപിൻ വായിച്ചത് കണ്ടില്ലേ? ബ്രിട്ടാസും രഞ്ജിനിയും മേജർ രവിയും കൽപ്പകവാടി എന്നോട് പറഞ്ഞ്, ചെറിയാൻ എന്നോട് പറഞ്ഞ്, പാസ് ഇത് അടിച്ചേക്കാൻ. സ്വോത്രം. ഇപ്പോഴാ കണ്ടത്, ഇപ്പോഴാ ബൈബിൾ റെഡി. സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസ എല്ലാവനും താഴെ ഇറങ്ങുമെന്ന്. സ്വോത്രം. മരടി നോട്ടീസ് കിട്ടിയപ്പം കണ്ടില്ലായിരുന്നു? ആരും TV കാണത്തില്ലല്ലോ. സ്വോത്രം. ആ കറുത്തമുത്ത് കണ്ടുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വരവ് മുഖം കറുത്തു. സ്വോത്രം. അപ്പം റെഡിയാവും. സ്വോത്രം. കണ്ടില്ലേ? സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ. അടുത്ത വായിക്കാൻ മോനെ. എല്ലാവർക്കും വലം കൈമേലോ, എല്ലാവർക്കും വലം കൈമേലോ, നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയാകും ആക്കുന്നു. ഇവിടെ വായിക്കാം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ആ സംഖ്യ ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അത് 666. ഇതാ ഇന്ന് അമിത്ഷാ പറഞ്ഞത്. ഇതാ കിടക്കുന്നു. ഇതാ ബൈബിളും പ്രവചനവും. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും. എല്ലാം ഒരു കാർഡിൽ. ഇതാ ഇന്ത്യൻ ധനമന്ത്രി, ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പറഞ്ഞു, എല്ലാം ഒരു കാർഡിൽ, ഒരുവൻ നമ്പറിൽ അറിയപ്പെടും. ഇനി കർത്താവ് വരാൻ വല്ല വിഷമമുണ്ടോ? തീരാൻ പോവുക. സ്വോത്രം. ബൈബിൾ ദാ കിടക്കുന്നു. 666. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിൽ കാരാഗ്രഹത്തിൽ യോഹന്നാൻ കിടക്കുന്നപ്പോൾ എഴുതി 666. വചന ശ്രദ്ധയോടെ സയൻസ് വരാൻ പോവുക. ഇതൊരു മനുഷ്യന്റെ സംഖ്യ. മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് 6-ാം ദിവസം. സാത്താൻ 3, സ്വർഗത്തിലെ ദൈവം 3, പിതാവായ ദൈവം പുത്രനായ ക്രിസ്തു കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. സാത്താൻ 3, വെളിപ്പാട് 21, സാത്താൻ വെളിപ്പാട് 13:1, മൃഗം വെളിപ്പാട് 13:11, കള്ളപ്രവാചകൻ. ഇവരുടെ 3 പേരുടെ സംഖ്യ. അതിന് നിതാന്തമായി 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ഒരുത്തനെ കൊണ്ടുവന്നു. ആധാർ. വല്ലവർക്കും അറിയാമോ ഈ സാധനം? ഒരു സന്തോഷവും ഇല്ല. ആധാർ ആർക്കെങ്കിലും അറിയാമോ? 2009 ഇന്നലെ ഞാൻ പറഞ്ഞു, ഭൂമിയുടെ അടി പിളർന്നു. ഒലിവുമല, ചിക്കൻ കുനിയ 2009, തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ 2009, മഗധിയാം ബാബിലോൺ പണിഞ്ഞത് 2009. ഇന്ത്യയിൽ ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് മിസ്റ്റർ മൻമോഹൻ സിംഗ് 2009 കൊണ്ടുവന്നു ആധാർ. കർത്താവിൻ്റെ വരവും വർഷമൊക്കെ എന്ത് കാര്യം എന്നറിയാമോ? സ്വോത്രം. തീർന്നില്ല. ആധാർ 2009. ഇപ്പം എന്തിനാ ആധാർ? ജനിച്ചാൽ ആധാർ, റേഷൻ ആധാർ, വളം ആധാർ, കരമടയ്ക്കുന്നത് ആധാർ, ഗ്യാസിൻ്റെ സബ്സിഡി ആധാർ, ബാങ്ക് അക്കൗണ്ട് ആധാർ, പാസ്റ്റർമാർക്കും അച്ഛന്മാർക്കും ദുഃഖവാർത്ത ആധാർ, റിലേറ്റഡ് ടു സെമിത്തേരി, ശവടക്കാനും ആധാർ, വഴിയാധാരമായി. സ്വോത്രം.
ഇന്ന് രാത്രി ഞാൻ പറയാം, വീട്ടിൽ അപ്പനും അമ്മയും മരിച്ചിട്ടുണ്ട്, ചേട്ടാ ചേച്ചി റേഷൻ കാർഡിൽ കൊണ്ട് പേര് വെട്ടിച്ചോണം, ഇല്ല 20,000 പുറേ വരാൻ പോവുക. സ്വോത്രം. മലയാളികളെ ഉദ്ദേശിച്ച അപ്പൻ ചത്താൽ റേഷൻ കാർഡിൽ പേരും വെട്ടത്തില്ല, പെൻഷനും മേടിച്ച് എണ്ണയും മേടിച്ചുകൊണ്ടിരിക്കും. സ്വോത്രം. അതുകൊണ്ടാ മരണ സർട്ടിഫിക്കറ്റ് ആധാർ പോയി. രണ്ടാം ഘട്ടം വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, ലോകം വിരൽ തുമ്പിൽ. ആധാർ മാറിയോ? 2015 വന്നില്ലേ? ഇന്ന് പുതുക്കുന്നില്ലോ, ഐരൂപ്പാറയിലോ. പണ്ട് നിങ്ങളൊരു BSNL കാർഡ് എടുക്കണേ, എന്തോ വേണം? പാസ്പോർട്ട് കോപ്പിയോ ഫോട്ടോയോ വേണം. ഇന്ന് വല്ലതും വേണോ? ശ്രീകാര്യത്തൊരുത്തൻ കൊടയിൽ നൂന്ന് ഉഴുന്നിരിക്കുന്ന ചേച്ചിയോട് ആ തിരക്കോ ദണ്ഡമാക്കാൻ ജിയോ ലേക്കേജ് ആവോ ചേച്ചി? സ്വോത്രം. കൈവച്ചോ ജിയോ കൊണ്ടുപോവാ. സ്വോത്രം. ആധാർ പോയി. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് 2. ഞാൻ ഈ ഇടയ്ക്ക് ഈ മൊബൈലെല്ലാം കണക്ട് ചെയ്യാൻ പോയി. സ്വോത്രം. മൊബൈൽ കണക്ട് ചെയ്യാൻ ഞാൻ BSNL എക്സ്ചേഞ്ചിൽ പോയി. അവിടെ ചെന്നപ്പോൾ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, പക്ഷേ ആധാർ നമ്പർ പറ. ഞാൻ പറഞ്ഞു 41 വരുന്നു 31 12 81 10. സ്വോത്രം. അവൻ ഞെട്ടിപ്പോയി, ഇതെങ്ങനെ പറഞ്ഞെന്ന് നോക്കാതെ. ഞാൻ പറയടാ മോനെ, 10,500 പ്രസംഗം തലയിരിക്കുന്നു, പിന്നെ ആണോ ഈ ആധാറിൻ്റെ കാര്യം പറയുന്നത്? സ്വോത്രമൊന്നും. അവൻ കൈവച്ചു, എന്നോട് പറഞ്ഞ് കീക്കി അടിച്ചു. ഞാൻ നോക്കിയപ്പം ആകെ മുഖമൊക്കെ ഇങ്ങനൊരു പരുവത്തി ഇരിക്കുന്ന ഞാൻ സിനിമാ നടൻ ദിലീപിൻ്റെ കണക്കിരിക്കുന്ന കമ്പ്യൂട്ടർ. സ്വോത്രം. അവൻ പറഞ്ഞു അവനാണോ ഇവനെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ തന്നെ മോനെ എന്ന് പറഞ്ഞു. സ്വോത്രം. വീട് ആടെ കോഴി എല്ലാം എഴുതി വരുന്നു. സ്വോത്രം. ഞാൻ പറഞ്ഞു റെഡിയായോ? അവൻ പറഞ്ഞു ഒന്നുകൂടെ കൈവച്ചേക്കാം. കീക്കി കൂക്കു അച്ചാൻ പൊക്കോ എവിടെ വേണേലും, ഇനി രക്ഷപ്പെട്ടൊന്ന്. സ്വോത്രം. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് തീർന്നില്ല. 3ാമത്തെ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ഹാത്തിരക്കോ ദണ്ഡമാക്കാൻ റേഷൻ ലേക്കേജ് ആവും. 4 കിലോ വെള്ള, 3 കിലോ പച്ച, 2 കിലോ കുത്ത്, 1/2 ലിറ്റർ മണ്ണെണ്ണ. സ്വോത്രം. റെഡിയായോ? സയൻസിലേക്ക് വരുക. ഇനി ഇത് പുതുക്കുന്ന് ഞാൻ പ്രസംഗിക്കത്തില്ല. കൈവച്ചാൽ ആധാർ, കൈവച്ചാൽ റേഷൻ, കൈവച്ചാൽ ബാങ്ക് അക്കൗണ്ട്, കൈവച്ചാൽ ടെലിഫോൺ കാർഡ്. വായിക്കാൻ മോനെ. ആധാർ പോയി. ഇയ്യോബ് 37:7 സെക്കൻഡ്. 2ാമത്തെ തലത്തിൽ വരുക. ഇയ്യോബ് 37:7 വായിക്കാൻ മോനെ. നാട്ടുകാർ കേൾക്കട്ടെ. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. ഇവിടെ എല്ലാവരും കൈ മുദ്രയിട്ടില്ലേ? ഇതായിരിക്കുന്നേ പിഞ്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ മുദ്രയിട്ടില്ലേ? വീട്ടിൽ അമ്മാമ്മ പെൻഷന് മുദ്രയിട്ടില്ലേ? അച്ചായൻ വോട്ടിന് വേണ്ടി മുദ്രയിട്ടില്ലേ? എല്ലാവരും മുദ്രയിടും. ഇന്നേക്ക് 3500 കൊല്ലങ്ങൾക്ക് മുമ്പ് മസ്കറ്റിലെ സലാലയിൽ സുന്ദരനായ ഒരു പുരുഷൻ, ആടുമാടുകൾ പോയി, 10 മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ കുറ്റം പറഞ്ഞു, കൂട്ടമുള്ള ഉപദേശിമാർ പറഞ്ഞു, ശരീരം മുഴുവൻ പരുക്കൾ ബാധിച്ചു. അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ഇതാ ദൈവ പൈതലിന്റെ വിശ്വാസത്തിന്റെ പ്രത്യാശ. ശരീരത്തിനകത്ത് പരുക്കൾ ബാധിച്ചാലും ക്യാൻസർ വന്നാലും വോട്ട് കഷ്ണം എടുത്ത് ചൊരിഞ്ഞാൽ എന്നിൽ വെളിപ്പെടാനുള്ള ദൈവ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഇതാ വിശ്വാസത്തിന്റെ പ്രത്യാശ. അവൻ അന്ന് എഴുതി താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യൻ്റെ കൈ മുദ്രയിടുന്നെന്ന്. എല്ലാവരും മുദ്രയിട്ടല്ലേ? ഇതിനകത്തൊരു ടെക്നോളജി ഇപ്പോൾ പറഞ്ഞുതരാം. ഈ സാറ്, ഇവിടെ ഇരിക്കുന്ന പാസ്റ്ററെ, പാടുന്ന വിപിനെ, ഷൂട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരൻ, അത് കഴിഞ്ഞിട്ട് ആ സഹോദരൻ മോണിറ്റർ, ഞങ്ങൾ 5 പേര് റേഷൻ കടയിൽ പോയി. കാർഡ് കൊണ്ടുപോയില്ല, നമ്പർ മാറ്റി എഴുതി. എൻ്റെ നമ്പർ സാറിൻ്റെ നമ്പർ എനിക്ക്, പാടുന്ന വിപിൻ്റെ നമ്പർ ഇദ്ദേഹത്തിന്, ഷൂട്ട് ചെയ്യുന്ന നമ്പർ മറ്റേ മോണിറ്റർ ഉപയോഗിക്കുന്ന മോന്. ഞങ്ങൾ കൈവച്ച് ഈ പോസ് വല്ലതും തരുമോ? വിരലടയാളം പരിശോധിക്കുന്നു, വിരലടയാളം പരിശോധിക്കുന്നു. കിട്ടുമല്ലോ? കിട്ടത്തില്ല. അങ്ങനെയെങ്കിൽ ഈ കൈക്കകത്തൊരു രേഖയുണ്ടല്ലോ. ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. സങ്കീർത്തനം 139. ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു. നിന്റെ നടപ്പും കിടപ്പും അവൻ അറിയുന്നു. ആകാശത്തിൻ്റെ വിധാനങ്ങളിൽ നീ ചിറകടിച്ച് കയറി പായിട്ടാലും അവൻ്റെ കരം അവിടെ. ഭൂമിയുടെ അടിയിൽ പാതാളത്തിലെത്തിയാലും അവൻ്റെ കരം അവിടെ. തീർന്നില്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം അവൻ്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, എന്നോടുള്ള ദൈവത്തിൻ്റെ ദയ എത്ര വലുതെങ്കിൽ, ഇന്ന് രാത്രി റേഷന് വേണ്ടി 4 കിലോയും 5 കിലോയും പച്ചരി ആട്ടയും കുത്തരിയും കിട്ടിയ കുഞ്ഞുങ്ങൾ ഇനി മേലിൽ നിങ്ങളുടെ കൈ കോട്ടൂര മന്ത്രവാദിയുടെ കൊടുക്കരുത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ജോത്സന്റെ കൈ കൊടുക്കരുത്. നിന്റെ കയ്യിൽ രേഖ വരച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഇന്ന് രാത്രി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെയാണ് നീ ആരാധിക്കുന്നത്. 10,000 മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് തൻ്റെ ഭക്തന് വേണ്ടി ചതുദ്രമ പണത്ത് ഒരുക്കി വെച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, റേഷന് വേണ്ടി കൈകിട്ട പുത്ത് കൊതുക്കുന്നിൽ ഒരൊറ്റ കുഞ്ഞുപോലും ഇനി നീ മന്ത്രവാദിയുടെ കയ്യിൽ നിന്റെ കൈ കൊടുക്കരുത്. ജോത്സന്റെ കയ്യിൽ നിന്റെ കൈ കൊടുക്കരുത്. നിന്റെ കൈക്കകത്ത് രേഖ വരച്ചവനോ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോ? സ്വോത്രം. നമ്പർ 1 ആധാർ.
നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. നമ്പർ 3 ആധാറും പോയി, കൈവെപ്പും പോയി. കഴിഞ്ഞ ജനുവരി മാസം ഡിസംബർ 31 എല്ലാ ബാങ്ക് ATM കാർഡ് തിരിച്ചു വിളിച്ചു. എന്നിട്ടെന്തോ ചെയ്തു? ATMൽ ചിപ്പ് കൊണ്ടുവന്നു. പേരെന്തുവെന്നറിയാമോ? നാനോ സിലിക്കോൺ മൈക്രോ DNA 3. ഇപ്പം ശ്രീകാര്യത്ത് സഹോദരി പൈസ എടുക്കാൻ പോകും. അവിടെ അല്ലേ തന്നെ 6 തൊട്ട് പിള്ളേരിരിക്കുക ഹിന്ദിക്കാരന്മാർ. അമ്മണി സിസ്റ്റർ പൈസ എടുക്കാൻ പോകുമ്പോൾ ഹിന്ദിക്കാരൻ വന്ന് പാട്ട് പാടത്തില്ലേ? തൂച്ചെ ദേക്കാത്തോഹെ ജാനാസനം. അമ്മണിയെ നോക്കാനല്ല, കാർഡ് കിട്ടി അവൻ കാശടിച്ചുകൊണ്ട് പോകും. സ്വോത്രം. സ്ഥലം തിരുവനന്തപുരം. നിങ്ങൾ ഇവിടുത്തുകാരല്ല. ആൽത്തറമോട് വെള്ളയമ്പല സ്റ്റാച്ചു. സാറേ ഓർമ്മയുണ്ടോ? റൊമേനിയക്കാരൻ വന്നറിയാമോ? സ്കിമ്മർ വെച്ചിട്ട് എല്ലാത്തിൻ്റെ കാശ് കൊണ്ടുപോയില്ലേ? ഇന്ന് രാത്രി യോഗം കഴിഞ്ഞാലും കാണും FIR. വഴുതക്കാട്ട് ചേച്ചിയുടെ 30, ടെക്നോപാർവിലെ ചെറുപ്പക്കാരൻ്റെ 40, OTP സഹിതം അടി. സ്വോത്രം. നമ്പർ 1 ആധാർ. നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. നമ്പർ 3 ദാ കിടക്കുന്നു ATM. ഇത് പോയാലുള്ള സ്ഥിതിയെങ്കിൽ 4-ാം തലം ഇതെവിടെ വെക്കാം? കൈമേലും നെറ്റിമേലും. സ്വോത്രം. ഇതാ ബൈബിൾ. ദാ കിടക്കുന്ന ഒരു നേഴ്സ് മാത്രം മതി SATയിലെയോ അല്ലെങ്കിൽ ട്രാവൻകൂർ സ്കാൻസിലെയോ ഒരു പെങ്കൊച്ച് മാത്രം മതി. 2 മിനിറ്റ് കൊണ്ട് തൊലിക്കകത്ത് ഈ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യാം. ഇതിൻ്റെ പേരാ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ എല്ലാരെയും വിളിച്ചു നീതി ആയോഗ്. വല്ലവരും കേട്ടോ? സ്വോത്രം. ആരെങ്കിലും കേട്ടോ? ഒന്ന് കൈ ഉയർത്താം. നീതി ആയോഗ് എന്ന്. സ്വോത്രം. മിണ്ടുന്നില്ല. നിങ്ങൾ മിണ്ടത്തില്ല. ഇവിടെ ലോകം തീരാറായി. എബിപ്പാസോട് ദൈവം പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞ സുവിശേഷം ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു. സ്വോത്രം. ഇനി കർത്താവ് വന്നാലും ഇവിടെ പ്രശ്നമില്ല, ന്യായവിധിക്ക് വിധേയമാകാം. സ്വോത്രം. അതുകൊണ്ടായി സത്യവചനം കേൾക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി എല്ലാ മുഖ്യമന്ത്രിമാരെയും വിളിച്ചു നീതി ആയോഗ്. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. നമ്പർ 1 ആധാർ. നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. നമ്പർ 3 നിങ്ങളുടെ എല്ലാ കാർഡിലും 4 ചിപ്പ് നാനോ സിലിക്കോൺ മൈക്രോ DNA. മനുഷ്യനക്കത്തിൽ എവിടെയാണെന്നറിയാമോ? അമേരിക്കയിൽ അമേരിക്കൻ ഐഡന്റിറ്റി, ആസ്ട്രേലിയയിൽ ആസ്ട്രേലിയൻ ഐഡന്റിറ്റി, ദുബായ് എമിറേറ്റ്സ് ഐഡന്റിറ്റി, ഇന്ത്യ ആധാർ. ഈ ആധാർ എവിടെ നിന്ന് വന്നെന്നറിയാമോ? മലയാളം അല്ല, ഇംഗ്ലീഷ് അല്ല, ഹിന്ദി അല്ല, ഇസ്രയേലിന്റെ 12 ആധാർ. എല്ലാവർക്കും അറിയാമോ? സ്വോത്രം. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട. അതുകൊണ്ടായി മോഡി സാറിനെയൊക്കെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാ 1 വേ വേൾഡ് ഓർഡർ വരാൻ പോകുന്നു. ഇന്നലെ എല്ലാം ഞാൻ ഇന്റർനെറ്റിൽ പുതിയ നോട്ട്സുകളെല്ലാം പകർത്തി കൊടുത്തിട്ടുണ്ട്. സ്വോത്രം. ദാ കിടക്കുന്നു 3-ാം തലം. അങ്ങനെയെങ്കിൽ ഈ ATM കയ്യിൽ നിന്ന് പോയാൽ ഇതെവിടെ വെക്കാം? കൈമേലും നെറ്റിമേലും. ഇതായിരിക്കുന്നു അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ ബരാക് ഒബാമ കയ്യിൽ ചിപ്പ് വെച്ചു. നമ്പർ 1. 2 നിങ്ങളുടെ ആരെങ്കിലും ആസ്ട്രേലിയയിലുണ്ടെങ്കിൽ ഇന്ന് ചോദിക്കണം. പാസ്റ്റർമാർ വിട്ടിരിപ്പുണ്ട്, യോഗം കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ആസ്ട്രേലിയയിൽ മനുഷ്യരിൽ മൈക്രോ ചിപ്പ് പിടിപ്പിക്കുന്നു. സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്. 2016 നിങ്ങൾ കേൾക്കണോ? 2016 തൃശ്ശൂരിൽ ഏറ്റവും നല്ല കൺവെൻഷൻ ചാലക്കുടി കൊരട്ടിയിൽ. അത് തിരുവനന്തപുരത്തുള്ളൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ വന്നു. എല്ലാം ക്ലിയറായിട്ട് അവൻ എടുത്തുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങളുടെ കൈകളിൽ ചിപ്പ് വരുമെന്ന്. അന്ന് ആരോ എനിക്ക് പോസ്റ്റ് ഇട്ടതാ, ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നു. സ്വോത്രം. കേൾക്കണോ? ഫേസ്ബുക്കിൽ ഇട്ട വീരന്മാരുണ്ട് ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നത്. ഞാൻ മിണ്ടിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഷാർജ ചർച്ച ബോർഡിൻ്റെ കൺവെൻഷൻ പോയി 9 ദിവസത്തേക്ക്. UAEയിലെ ചർച്ച ബോർഡിൻ്റെ കൺവെൻഷന് വേണ്ടി ഞാൻ 9 ദിവസം പോയി. ഞാൻ ഒക്ടോബർ ആദ്യം ചെല്ലുന്ന കണ്ടുകൊണ്ട് അവർ പരസ്യമിട്ട് കർത്താവിൻ്റെ വരവ് അന്ത്യകാല സംഭവങ്ങൾ പ്രസംഗിക്കുന്നത് സജു ചാത്തന്നൂർ. അപ്പം വീണ്ടും അമേരിക്കയിൽ നിന്ന് ഏതോ മിഷൻ, അവൻ്റെ വിഷൻ പോയതാ. സ്വോത്രം. അവ ഇട്ടിരിക്കുക ചിപ്പ് പണ്ഡിതൻ വരുന്നെന്ന്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ് ഞാൻ നിൻ്റെ വചനമാണ് പറയുന്നതെന്ന്. ഒക്ടോബർ 21-ാം തീയതി ഞാൻ ഷാർജയിൽ വൈകിട്ട് പ്രസംഗിക്കാൻ യൂണിയൻ ചർച്ചിൻ്റെ ഇടയ്ക്ക് ആയിരങ്ങളുടെ ഇടയ്ക്ക് പ്രസംഗിക്കുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് ഒക്ടോബർ 8-ാം തീയതി UAEയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനി എത്തിസലാട്ട് അവരൊരു ഇംഗ്ലീഷിലെ സ്വീഡിഷ് കമ്പനിയായ ബയോഹാൻസുമായിട്ട് ചേർന്ന് ഒരറബിയുടെ കയ്യിലും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരൻ്റെ കയ്യിൽ ചിപ്പ് വെച്ചിട്ട് പറഞ്ഞു ഈ ചിപ്പ് മാത്രം മതി, തിന്നാൻ കുടിക്കാൻ വണ്ടി കയറാൻ ബസ്സിനകത്ത് ട്രാവൽ ചെയ്യാം. ഇന്ന് രാത്രി സത്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നവനെതിരെ ആരൊക്കെ പോസ്റ്റ് ഇട്ടാൽ സ്വർഗത്തിലെ ദൈവം അവൻ്റെ പ്രവൃത്തി ചെയ്യും. ഇന്ന് ദുബായിൽ എമിറേറ്റ്സ് അഥവാ എത്തിസലാട്ട് എന്ന് പറയുന്ന ടെലിഫോൺ കമ്പനി ഒക്ടോബർ 8-ാം തീയതി ബയോഹാൻസ് ഇന്റർ സ്വീഡിഷുമായിട്ട് ചേർന്ന് കൈക്കകത്ത് ചിപ്പ് വെച്ച് മനോരമയും ഏഷ്യാനെറ്റ് തിരുവനന്തപുരത്ത് നിന്ന് പ്രക്ഷേപണം ചെയ്തങ്ങ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിന് ഇന്ന് രാത്രി യാതൊരു മാറ്റവുമില്ല. ഏഷ്യാനെറ്റുകാരനാ വാർത്ത കൊടുത്തത്. സാറേ കണ്ടില്ലായിരുന്നോ?
ദുബായ് ചിപ്പ് വെച്ച് എല്ലാ പത്രത്തിനകത്തും വാർത്ത. ഞാൻ അവിടെ പ്രസംഗിക്കുന്നതിന് 13 ദിവസം 9 ദിവസം പ്രസംഗിച്ച് ഞാൻ വണ്ടി കയറി, തീർന്നില്ല. ഇന്ന് രാത്രി ഉണ്ടോ? അതാ പറയാം, പോസ്റ്റ് ഇടുന്നവൻ പോസ്റ്റ് ഇടട്ടെ കുഞ്ഞ്. പക്ഷെ ഞങ്ങളെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം ക്ലിയർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. 4ാമത്തെ തലം, അതിന് നിതാന്തമായി ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്ന കാര്യം കൂടെ കേട്ടിട്ട് നിർത്താം. ഇവിടെ പണ്ട് ഹെൽത്ത് കാർഡ് ഉണ്ടായിരുന്നു, RSB ചിപ്സ്, എല്ലാവർക്കും അറിയാമോ ഈ കാർഡ്? സ്വോത്രം. പണ്ട് ഒരു കുടുംബത്തിനായിരുന്നു പക്ഷേ ഒരു കാർഡ്, മാറി ഇന്ന് ഒരാൾക്കൊരു കാർഡാ. ഇന്ത്യ വരാൻ പോവുക. ഈ കാർഡ് എന്തോ ചെയ്യുമെന്നറിയാമോ? ഇനി ആ വ്യക്തിയുടെ കാർഡിൽ ഇരിക്കുന്ന ഈ ഇതിനകത്ത് മൈക്രോ ആയിട്ടുള്ള ഈ ഇതെവിടെ, ഈ ചിപ്പ് എവിടെ വെക്കും? കയ്യിൽ വെക്കാൻ പോകുന്ന. അതാ ഒരു വ്യക്തിക്ക് ഒരു കാർഡ് ഇന്ത്യ. തീർന്നില്ലേ? നിങ്ങളെല്ലാം ഹെൽത്ത് കാർഡിന് ഫോട്ടോ എടുത്തില്ലേ? സ്വോത്രം. പണ്ട് ഒരു കുടുംബത്തിനായിരുന്നു ഒരു കാർഡ്, ഇപ്പോൾ ഒരു കാർഡ് റിലയൻസ് കൊണ്ടുവരാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം പിന്നത്തതിൽ ഇവിടെയും ചിപ്പ് വരാൻ പോകുന്നു. നമ്പർ 1 ആധാർ, നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, നമ്പർ 3 ദാണ്ട് ATM. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന വാർത്ത ഇപ്പോൾ പറയാം. ഇപ്പം ATM മോഷണ വല്ലയിടത്തും വെട്ടി തുറക്കുന്നു, അതിനുശേഷം ഇത് ചെയ്യുന്നു. ഇനി 2 കൊല്ലം തിരുവനന്തപുരം കാണാൻ പോകുന്ന വാർത്ത ഇപ്പം പറയാം. എന്താ കാര്യം എന്നറിയാം? ശ്രീകാര്യത്തും പോങ്ങുമൂട്ടിലുള്ള ATM ആരും കുത്തി തുറക്കത്തില്ല. രാത്രി JCB വന്ന് പുഴുതോണ്ടങ്ങ് പോകും. സ്വോത്രം. 4ാം തലം, ഈ റോഡിരിക്കുന്ന ചന്ദനമരം മനംവകുപ്പാരറിയാതെ പൊക്കുന്ന പോലെ ATM മെഷീൻ JCB കൊണ്ടുപോകും. അന്നേരം ഇത് കൈമേലും നെറ്റിമേലും. യോഗന്നാൻ കാരക്കോണത്ത് പൈസ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് MBBS പഠിച്ചോ? ഇല്ല. അന്ന് എഴുതിയതാ കൈമേൽ നെറ്റിമേൽ. ഓസ്ട്രേലിയ ഇതായിരിക്കുന്നു, ബ്ലാക്ക് വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് അവനും വെച്ചു കയ്യിൽ. അങ്ങനെയെങ്കിൽ 4 ഒരു ചിപ്പ് നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2 ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിലേക്കാണ് ഞാൻ കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേട്ടോ, ഈ ചിപ്പ് മാത്രമല്ല കൈവെക്കുന്ന. പുതുക്കുന്നുകാർ ഇത് കേട്ട് മാനസാന്തരപ്പെട്ട, അതിനുവേണ്ടി എത്രയും കറങ്ങി വന്ന് ഈ ചിപ്പ് കയ്യിൽ വെക്കുന്നതിനോടൊപ്പം ഒരു നെന്മണി വലിപ്പത്തിൽ ചിപ്പിനോടൊപ്പം ഒരു ബാറ്ററി ഇടും. അതിൻ്റെ പേര് ലിഥിയം. കരയരുത്. നിങ്ങളുടെ വീട്ടിൽ AC-ക്ക് ബാറ്ററി, പിന്നെ ഫാനിന് ബാറ്ററി, പിന്നെ TV-ക്ക് ബാറ്ററി, റിമോട്ട്, ഈ ബാറ്ററി 6 മാസം നിങ്ങൾ മാറ്റിയില്ല എന്തോ ചെയ്യും പാസന്മാർ? അത് പൊട്ടത്തില്ലേ അതിനകത്ത് കിടന്ന്? അതുപോലെ ഒരു സംഭവം ഇവിടെ വരാൻ പോവുക. ആരും പ്രസംഗത്തില്ല, പേടി പറയാം. ചിപ്പിൻ്റെ കൂടെ ഈ നെന്മണിയുടെ കൂടെ ഒരു ലിഥിയം വെക്കും. പുതുക്കുന്ന 50 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 48 വയസ്സുള്ള ഭാര്യ, 24 വയസ്സുള്ള മോനെ, 22 വയസ്സുള്ള മോളെ, 4 പേർ കർത്താവിൻ്റെ വരവിൽ പോയില്ല. ഈ ചിപ്പ് എതിർക്കശുവിൻ്റെ പട്ടാളക്കാർ വെച്ചിട്ട് പോകും. 6 മാസം കഴിയുമ്പോൾ ഈ ബാറ്ററി മാറ്റിയില്ലെങ്കിൽ കൈയിനകത്തിരിക്കുന്ന ലിഥിയം പൊട്ടും. ലിഥിയം ശരീരത്തിനിറങ്ങും. വരാൻ പോകുന്നു രക്തപുണ്ണ്. അതിൻ്റെ പേരാ ബ്ലഡ് വോണ്ട്, സെപ്റ്റോവാജനിക് വോണ്ട്. നിങ്ങളുടെ BSc നേഴ്സോ ജനറൽ നേഴ്സോ MBBS പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. കൈക്കകത്ത് വരും ലിഥിയം പൊട്ടി ശരീരം മുഴുവൻ പരുക്കൽ, രക്തപുണ്ണ്, അതിവേദനയാ. വീട്ടിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. പട്ടിയെ വന്ധീകരിക്കാൻ പഞ്ചായത്തുകാർ പിടിച്ചോണ്ട് പോകുന്ന പോലെ വേദന കൂടിയവനെ റെഡ് ക്രോസ് പിടിക്കും. എവിടെങ്കിലും വനാന്തരത്തെ കൊണ്ടുപോയി. ക്യാൻസറിനേക്കാളും വേദന. കയ്യും കാലും കെട്ടി മോർഫിൻ കൊടുത്തിട്ട് മനുഷ്യൻ മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. ഈ ചിപ്പ് പൊട്ടുമോ? വായിക്കാം. അന്നത്തെ അവസ്ഥ കേട്ടാ മതി. വെളിപ്പാട് 16:2 വായിച്ചാട്ട് മോനെ. വെളിപ്പാട് 16:2. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിച്ചവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി. ഇതിന്റെ പേരാ സയൻസ് സെപ്റ്റോവാജനിക് വൂണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് വൂണ്ട്, രക്തപുണ്ണ്. ആ വേദന കൊണ്ട് എന്തോ ചെയ്യുമെന്നറിയാമോ? ബൈബിൾ ഉള്ളവരെല്ലാം ഇത് വായിച്ചോണം. ഇതുകൊണ്ടാണ് കർത്താവിൻ്റെ വരെ പോകണമെന്ന് പറയുന്നത്. ആ വെളിപ്പാടിന്റെ അതിന്റെ 11ാമത്തെ വാക്യം ഒന്ന് വായിരും മോനെ. 16:11 വായിക്കാം. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും. വേദന കൊണ്ട് നാവ് കടിച്ചു മുറിക്കുമെന്ന് മനുഷ്യൻ. അടുത്തത് കഷ്ടങ്ങളും വ്രണങ്ങളാലും ശരീരം മുഴുവൻ പുണ്ണ്. മതി. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം. ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത്ര സയൻസ് ഞാൻ കറങ്ങിയത്. ആധാർ, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. നിങ്ങളുടെ കൈക്കകത്ത് മൊത്തം ബയോ, നാനോ, സിലിക്കോൺ, മൈക്രോ ഇല്ല. കൈമേലും നെറ്റിമേലും ദുബായ് ചിപ്പ്, അമേരിക്ക ചിപ്പ്, ഓസ്ട്രേലിയയിൽ ചിപ്പ്. 4 അത് കഴിഞ്ഞാൽ നെന്മണി വലിപ്പത്തിൽ ലിഥിയം ആഡ് ചെയ്താൽ ശരീരത്തിനകത്ത് ഇറങ്ങി പരുക്കൾ ബാധിച്ച്
ശരീരം പൊട്ടി മനുഷ്യൻ നാക്ക് കടിച്ച് വേദനയോടെ മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. ഫിലാദൽഫിയ സഭയുടെ സ്വർഗം സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതോ ഞാൻ വേഗം വരുന്നു. ആരും നിന്റെ കിരീടം എടുക്കാതിരിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. എപ്പോഴേ എനിക്ക് നിർത്തിയിട്ട് പാം. മകനെ മകളെ, ഇന്ന് രാത്രി നെഞ്ചു കീറി പ്രസംഗിക്കുന്നത് ഇത്രയും പഠിക്കാൻ ദൈവം കൃപ തന്നത് കൊണ്ടും ഇത് പറഞ്ഞാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമെന്ന് അകത്തളങ്ങളിൽ ആത്മാവ് പറഞ്ഞത് കൊണ്ട് ചങ്ക് കീറിയും ഞങ്ങൾ പ്രസംഗിക്കുന്നത്. വാതിലുകൾ അടയാറായി, നാഥൻ വരാറായി, പെട്ടകത്തിന്റെ കുറ്റി ഊരാൻ കാലമായി. ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്പർ 1 ആധാർ, നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, നമ്പർ 3 ATM കാർഡിലെല്ലാം മൈക്രോചിപ്പ്, നമ്പർ 4 കൈമേലും നെറ്റിമേലും. എന്നാൽ ഈ കൈമേലും നെറ്റിമേലും ചിപ്പ് വരുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം വായിക്കാം. ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. എഫേസ്യർ 4:30 വായിച്ചിട്ട് എഫേസ്യർ 4:30 ദൈവത്തിന്റെ വായിക്കാമനെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. യെസ്, ഇന്ന് രാത്രി എത്ര പേർക്കറിയാം? 2 മുദ്ര ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കയറാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആധാർ പോയി, NBR പോയി, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പായി കഴിഞ്ഞു. നിങ്ങളുടെ ATM-ൽ ചിപ്പായെങ്കിൽ 2 മാർക്സ് നോട്ട് അവൈലബിൾ ഇൻ യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിനകത്ത് 2 മാർക്ക് കാണത്തില്ല. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു മാർക്കുണ്ട്. ആ മാർക്ക് ഏതാ? നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, DNA ആണോ? അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ ഈ തലമുറയിൽ മധ്യാകാശത്തിലെടുക്കും പുതുക്കുന്നേ. കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥൻ വരാറായി. ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് തലമുറ ഇന്ന് രാത്രി കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞങ്ങളുടെ കൈകളിൽ 2 ചിപ്പ് വരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ആത്മാവിന്റെ ചിപ്പുള്ളവൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. കെട്ടിവച്ചിരിക്കുന്ന പ്രാവിൽ ഒരെണ്ണത്തിൻ്റെ മുഖം പുരോഹിതൻ അറുക്കും. രക്തം മറ്റേ പ്രാവിൻ്റെ മുഖത്തേക്ക് തെറിക്കും. രക്തം വീണ പ്രാവ് കെട്ടഴിച്ചു വിടുമ്പോൾ പറന്നു മാറും. പട്ടണത്തിലിരിക്കത്തില്ല. പട്ടണത്തിൽ നിന്നൊഴിഞ്ഞ് പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും അതിരിക്കും. ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ഇറങ്ങിയ ദൈവദാസനെ, കർത്താവിന് വേണ്ടി ഇറങ്ങിയ അമ്മച്ചി, പഠിക്കുന്ന മോളെ, മോനെ, ആരും നിന്റെ മുഖം കണ്ടില്ലേലും നിന്റെ മുഖം കാണുന്ന ഒരു ദിവസം വരാൻ കാലമായി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഇതോ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ നാഥൻ വരുന്നു. പുതുക്കുന്നേ, ഇതാവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. നാഥൻ വരാറായി. ആ വരവിൽ നീ എടുക്കപ്പെടണമോ? 7 കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. ആരാ മണവാട്ടി? യോഗത്തിന് വരുന്നതാണോ? സഭയിൽ പോകുന്നതാണോ? ഇതൊന്നുമല്ല മണവാട്ടി. നമ്പർ 1, നീ രക്ഷിക്കപ്പെടണം. എന്താ രക്ഷ? യോഗത്തിന്റെ അവസാനം കൈ ഉയർത്തുന്നതാണോ? ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെട്ടവൻ. രക്ഷിക്കപ്പെട്ട നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മാനസാന്തരം, പഴയ വണ്ടി മാറി നിത്യതയിലെത്തിക്കുന്ന വണ്ടിയിൽ കയറണം. കൊച്ചുപീടി, കള്ള്, ജഡം, പക, പിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക, അവിശ്വാസം ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പിൻപിലുള്ളതിനെ മറന്ന്
മുൻപിലുള്ള പരമവിളി ലാക്കാക്കി ഓടുന്നവൻ്റെ പേര് മാനസാന്തരപ്പെട്ടവൻ. മാനസാന്തരപ്പെട്ട നീ എന്ത് ചെയ്യണം? അനുതപിക്കണം. എന്താ അനുതപിക്കണം? അറിയായ്മയുടെ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നെങ്കിൽ മുടിയൻ പുത്രൻ പറഞ്ഞതുപോലെ, അപ്പ നിന്നോട് സ്വർഗത്തോടും ഞാൻ പാപം. അതിൻ്റെ പേര് അനുതാപം. അനുതപിച്ച നീ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുങ്ങി സ്നാനപ്പെടണം. സ്നാനം പെന്തിക്കോസിൽ ചേരാനല്ല, ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷി. സ്നാനപ്പെട്ട നീ പുത്തരിക്കണ്ടത്തും സത്യൻ മെമ്മോറിയലും പാളയത്തും മുങ്ങി നടക്കരുത്. ആത്മാവിലും സത്യത്തിലും നീ വേർപെട്ട് ആരാധിക്കണം. സ്തോത്രം. മിണ്ടത്തില്ല. വേർപെട്ട് ആരാധിക്കുന്ന നീ 5ാമത്തെ പടവ് കഴിഞ്ഞാൽ തിരുമേശയിൽ പങ്കാളിയാകണം. തിരുമേശയിൽ പങ്കാളിയാകുന്ന നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ സ്വർഗം വിളിക്കും, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ. ഇന്ന് രാത്രിയിൽ ലിസ്റ്റിനകത്ത് പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചൂളമടി കടയിൽ തുടങ്ങി നീ കൈവിടപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ഒരു മടങ്ങി വരവിൻ്റെ രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി എത്ര പേരുണ്ട്? അവസാന രാത്രിയാ. ഇവിടെ ഒരു സഭ നടക്കുന്നുണ്ട്. കൈവിടപ്പെട്ടു പോകരുത്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഇന്ന് രാത്രി ഞാൻ നിർത്താൻ പോവാ. ഈ പട്ടികയിലില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വാ കുഞ്ഞെ. ഞങ്ങളെ കൈ ഉയർത്തി കാണിക്കണ്ട. ഇന്ന് രാത്രി യോഗം പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ 7 കാര്യങ്ങൾ ഞാൻ പ്രതിപാദിച്ച കൂട്ടത്തിലില്ലെങ്കിൽ വരവിങ്കൽ നീ കൈവിടപ്പെട്ടു പോകും. ഇന്ന് രാത്രി മടങ്ങി വാ. അല്ല, ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? നിർത്താൻ പോവാ. സാൽവേഷൻ ആർമി, അതിൻ്റെ ചരിത്രം കേട്ട കരയും. ഇന്ന് പകലെ അതൊന്ന് വായിച്ചതാ. അതിൻ്റെ ഉപജ്ഞാതാവ് ഡോക്ടർ വില്യം ബൂത്ത്. അവൻ ലണ്ടനിലെ ഏറ്റവും വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവൻ റിട്ടയർ ചെയ്തിട്ടായി സാൽവേഷൻ ആർമി ലണ്ടനിൽ തുടങ്ങിയത്. പാവപ്പെട്ടവരെ ഒന്നും അവിടെ കയറ്റത്തില്ല. എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവിടെ ചെന്ന് നല്ല പോലീസ് ഓഫീസർ പണമുള്ളവനൊക്കെ ഇതിൽ കയറും. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം ഈ സാൽവേഷൻ ആർമിയുടെ ക്വാർട്ടേഴ്സ് ലണ്ടനിലാണ്. അതിൻ്റെ തൊട്ടടുത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെരുപ്പൂത്തി കടയുണ്ട്. അവിടെ ചെരുപ്പൂത്തിയുടെ മോൻ്റെ പേരാ സാമുവൽ ബർഗ്. അവനൊരാഗ്രഹം ഈ പള്ളിയിൽ ആരാധനയും വർഷിപ്പുമൊക്കെ കേട്ടൊന്ന് ചെന്ന് കയറണമെന്ന്. അവൻ 1ാം വർഷം പോയി. ഗേറ്റ് സെക്യൂരിറ്റി എന്നു. അവരോട് ചോദിച്ചു, എനിക്ക് അകത്ത് പോയി ആരാധിക്കണം, നിൻ്റെ ജോലി എന്തുവാ? എനിക്കൊരു ജോലി അറിയത്തില്ല, എൻ്റെ അപ്പൻ ചെരുപ്പൂത്തിയാണ്. സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. നിനക്കുള്ളതല്ലിത്. സ്റ്റാൻഡേർഡ് പീപ്പിൾ അവിടെ ആരാധിക്കുന്നതെന്ന്. നമ്പർ 1. 2ാമത്തെ വർഷം വീണ്ടും അവൻ ചെന്നു. സെക്യൂരിറ്റി ചോദിച്ചു, എന്തിനാ വന്നേ? ആരാധിക്കാനാ വന്നേ പള്ളിക്കകത്ത്. നിന്നെ കയറ്റത്തില്ല. ലണ്ടനിലെ ഏറ്റവും വലിയ പോലീസ് ഓഫീസർമാർ, ഗ്രേഡ് കിട്ടിയവർ, സ്റ്റാർ ഉള്ളവർ ആരാധിക്കുന്ന ചർച്ച. അപ്പം പറഞ്ഞു. 3ാമത്തെ വർഷം ഈ ചെറുപ്പക്കാരൻ ചെരുപ്പൂത്തിയുടെ മകൻ പ്രാർത്ഥിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്ന് പറഞ്ഞ്, ആരാധിക്കാൻ വന്നേ അല്ല, പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വന്നേ. അവർ പറയും, പ്രസിഡന്റ് ഫ്രീ ആ, നീ ചെന്ന് കാണാൻ പറഞ്ഞു. പ്രസിഡന്റിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടർ വില്യം ബൂത്ത് വല്ല സ്റ്റഡി ഇങ്ങനെ സ്റ്റാറൊക്കെ വെച്ച് സാൽവേഷൻ ആർമിയുടെ കമാൻഡർ ഇരിക്കുക. ഇവനോട് ചോദിച്ചാൽ നിനക്ക് എന്തോ ജോലി, കാര്യം എന്താ? അവൻ പറഞ്ഞ് ചെരുപ്പൂത്തിയുടെ മകനാണ്. സ്തോത്രം. പ്രസിഡന്റ് പറഞ്ഞ്, ഞാൻ ഒരുത്തനെ അന്വേഷിച്ചുകൊണ്ടിരുന്നതാ. ഇവിടെ എല്ലാം പട്ടാളക്കാരും കമാൻഡേഴ്സ് വരുന്നത്. ചെരുപ്പ് വെക്കുന്ന റൂമിനകത്ത് നീ ഷൂ പോളിഷ് ചെയ്യാതിരിക്കണം, കഞ്ഞിയും കിട്ടുമെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരെ ഒന്നും മിണ്ടിയില്ല. 16 വർഷം ഈ സാമുവൽ ബർഗ് സഭാരാധനയ്ക്ക് കയറാതെ ചെരുപ്പൂത്തിയുടെ റൂമിൽ ഇരുന്ന് കഞ്ഞി കുടിക്കും, എന്നിട്ട് ഷൂ തുടയ്ക്കും, പായി കിടക്കും. 16ാമത്തെ വർഷം ലണ്ടനിലൊരു കൺവെൻഷൻ. ആ കൺവെൻഷൻ 5 ദിവസം. 2 ദിവസം 3 ദിവസം ലണ്ടനിലെ മിഷണറിമാർ, ബുധൻ വ്യാഴം വെള്ളി, ശനി ഞായർ ഒരു അമേരിക്കൻ മിഷണറി. 3 ദിവസം ലണ്ടൻ മിഷണറി പ്രസംഗിച്ചു കഴിഞ്ഞു. ശനിയാഴ്ച രാവിലെ വില്യം ബൂത്ത് ഓഫീസിൽ ഇരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്നൊരു ഫോൺ. എന്താ ഫോണെന്നറിയാമോ? ഇന്ന് തൊട്ട് മിഷണറിക്ക് വരാൻ പറ്റത്തില്ല, സുഖമില്ല. ഈ വില്യം ബൂത്ത് പ്രാർത്ഥനാ മുറിയിരുന്ന് കരഞ്ഞു. സ്വർഗം ചോദിച്ചു, എന്തിനാ കരയുന്നത്? 1000 പങ്കെടുക്കുന്ന കൺവെൻഷനാ, ഇന്ന് ആരെ പ്രസംഗിപ്പിക്കും? ഉടനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്നോട് ഇപ്പം പറയുന്നത് കേൾക്കണം. നിന്റെ ഷൂപ്പരയ്ക്കകത്ത് 16 വർഷമായി ഒരുത്ത ഷൂ തുടച്ച് കിടപ്പുണ്ട്. ഇന്ന് രാത്രി അവനെ ലണ്ടനിലെ കൺവെൻഷനിൽ പ്രസംഗിപ്പിക്കണം. നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, കൂരിരുൾ താഴ്വരെ കൂടി കടന്നു പോയാലും കൈവിടാത്ത ദൈവം. വില്യം ബൂത്ത് എന്ന് പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങി.
അവിടെ ചെന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇന്ന് രാത്രി നീ പ്രസംഗിക്കണമെന്ന് ദൈവാത്മാവനോട് സംസാരിക്കുന്നു. അവൻ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. ഇന്ന് രാത്രി ദർശനത്തിന് സിസ്റ്റർ ഒരവധിയുണ്ട്. നിന്റെ കണ്ണുനീരിന് ബ്രദർ ഒരു മറുപടി ഉണ്ട്. ആരൊക്കെ നിന്റെ ദർശനത്തെ കുഴിച്ചു മൂടിയാലും അവിടെ നിന്ന് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. കണ്ണുനീരിന്റെ കരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി സാമുവൽ ബർഗിന്റെ പിൻപിൽ ചലിച്ച കരം നിനക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാ. അന്ന് രാത്രി ഡോക്ടർ വില്യം ബൂത്തിന്റെ അടുത്ത് നിന്ന് സാമുവൽ ബർഗ്, ചെരുപ്പൂത്തിയുടെ മകൻ, കണ്ണമൂല സെമിനാരിയുടെ ബിരുദമില്ല, പ്രസംഗിച്ച് എത്ര പേർ രക്ഷിക്കപ്പെട്ടെന്നറിയാമോ? 2000 പേർ അന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു. സ്വോത്രം. പിറ്റേന്ന് രാത്രി കൺവെൻഷന്റെ അവസാന ദിവസം സാമുവൽ ബർഗിനെ സ്റ്റേജ് നിർത്തിയിട്ട് ആര് പറഞ്ഞു? ഡോക്ടർ വില്യം ബൂത്ത് പറയാ, ഐ വിൽ റിസൈൻ മൈ പോസ്റ്റ് ടുഡേ. ഇന്ന് രാത്രി ഞാൻ സാൽവേഷൻ ആർമിയുടെ സൈന്യാധിപൻ അഥവാ കമാൻഡർ സ്ഥാനം രാജിവെക്കുക. നാളെ മുതൽ ആരാ പ്രസിഡന്റ് എന്നറിയാമോ? നമ്മുടെ ഷൂപ്പറയ്ക്കകത്ത് 16 വർഷം കടന്നവനെ ഞാൻ പ്രസിഡന്റ് ആക്കാൻ പോവാ. ഇന്ന് രാത്രി നിന്നിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം. പട്ടിണി കഞ്ഞി കുടിച്ചാലും 16 വർഷം കടന്നാലും അറിയേണ്ടവർ അറിയാതെ ഇരിക്കുമ്പോൾ നിന്നെ അറിയുന്ന ഒരു നാഥനുണ്ട്. ഇന്ന് രാത്രി സാമുവൽ ബർഗിന്റെ ജീവിതത്തിൽ ഇറങ്ങിയ കരം, പുതുക്കുന്നതിനകത്ത് ചലിക്കുന്ന കരം രാത്രി നിർത്താൻ പോവുക. ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. രാമേശ്വരത്ത് ഒരു പാലമുണ്ട്, പാമ്പൻ പാലത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതിന്റെ കരയിൽ ഒരു ഫോട്ടോ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ചിതറിയ അസ്ഥികഷ്ണങ്ങളുമായി ഒരപ്പൻ തൻ്റെ മകനെ വാരി പിടിച്ചിരിക്കുക. സ്വോത്രം. കഥ ഇതാ. പഴയ പാമ്പൻ പാലം 2 ചക്രങ്ങളാ, 2 സൈഡ് വീതം. ട്രെയിൻ വരുന്ന സമയത്ത്, കപ്പൽ പോകുന്ന സമയത്ത് ഈ പാലം ഉയർത്തും. കപ്പൽ രാമേശ്വരത്തൂടെ കടന്നു പോകും. രാമേശ്വരം കടന്ന് കപ്പൽ പോകുമ്പോൾ ചക്രം താക്കും. ഈ പാലം ഒരുമിക്കുമ്പോൾ ട്രെയിൻ ഓടും. ഒരു ഉച്ച സമയം ആ ചക്രം താക്കുന്ന ഒരു പിതാവ്, അദ്ദേഹത്തിൻ്റെ മകൻ 13 വയസ്സുള്ളവൻ, ഉച്ചയ്ക്ക് ചോറുമായി അപ്പന് വന്നു. അപ്പന് വന്നപ്പോൾ കണ്ട കാഴ്ച, ട്രെയിൻ കപ്പൽ പോയി. അപ്പനൊരു കാര്യം ചെയ്യുന്നു, പാലത്തിൻ്റെ ചക്രം താത്തുകൊണ്ടിരിക്കുന്നു. ഈ മകൻ ചോറ് പാത്രം വെച്ചിട്ട് മറുകരയിലേക്ക് തൻ്റെ അപ്പനെ സഹായിക്കാൻ ഓടി. അവൻ ആ ചക്രത്തിൽ പിടിച്ച് സ്പീഡിൽ കറക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കൈ ചക്രത്തിനകത്തറ്റു വീണു. അവൻ നിലവിളിച്ച്, അയ്യോ എൻ്റെ കൈ. അപ്പനൊന്ന് നോക്കി. ഈ സമയം ഒരു താങ്ങ് കൊടുത്ത് ഈ ചക്രത്തെ നിർത്തിയാൽ മറുകരയിൽ പോയി കൈയറ്റ മകനെ വലിച്ചെടുത്ത് അവനെ രക്ഷിക്കാം. പക്ഷേ ഈ കര വിട്ട് മറുകരയിൽ ഓടിയാൽ ട്രെയിനിന്റെ പാളം ഇതുവരെ നിവർന്നില്ല, പൈലറ്റിന് അറിയത്തില്ല. 1000ങ്ങളെ വഹിച്ചുകൊണ്ട് ട്രെയിൻ താഴേക്ക് വന്നാൽ രാമേശ്വരം കടലിൽ ഈ ട്രെയിൻ പതിക്കും. ആ അപ്പനൊരു കാര്യം ചെയ്തു. മറുകരയിൽ തൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ നോക്കാതെ ആ ചക്രം താക്കുവാൻ തുടങ്ങി. വേദനയുടെയും ഞരക്കത്തിൻ്റെയും മുറവിളി ചക്രത്തിനകത്ത് ഉയർന്നപ്പോൾ അതറിയാതെ പാലം താത്തു. ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ 1000ങ്ങളെ വഹിച്ചുകൊണ്ട് ട്രെയിൻ അതിനകത്ത് കടന്നുപോയി. തൻ്റെ രക്തത്തിൽ പിറന്ന മകൻ ചേതനയറ്റ അസ്ഥികഷ്ണങ്ങളായി ചിതറിയ കാഴ്ച. ഈ അപ്പൻ മറുകരയിലോടി രാമേശ്വരം. അവിടെ ചെന്ന് ചേതനയറ്റ അസ്ഥികഷ്ണങ്ങൾ പെറുക്കിയിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, മോനെ, നിന്നെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിൽ 1000ങ്ങൾ ഈ കടലിനകത്ത് വീണു മരിക്കുമായിരുന്നു. എന്നാൽ നിന്നെ നോക്കാതെ 1000ങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചക്രം താത്തത് കൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് നിലവിളിച്ചു. ബ്രിട്ടീഷ് വൈസ്രോയി ഓടി വന്നു. സകലരും പട്ടും വളയും കൊടുത്തിട്ട് പറഞ്ഞു, അല്ലയോ ചെറുപ്പക്കാരൻ, നിന്റെ മകനെ നീ നോക്കാതെ 1000ങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തകർത്തെങ്കിൽ നിനക്ക് വേണ്ടി ഒരു അംഗീകാരം തരുന്നെന്ന് പറഞ്ഞ ആ ഫോട്ടോ എന്നെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉലകത്തിന്റെ മധ്യപകുതി കാൽവറിയുടെ കൊലക്കളത്തിൽ ഓമന കുമാരനായ 33 തിരുവയസ്സിൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവന്റെ വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടു. അവന്റെ ചങ്കിനകത്ത് പടയാളി കുത്തിയിറക്കി അവന്റെ കൈകാലുകൾ കാരിരുമ്പാണികൾ തകർത്തെങ്കിൽ അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 39 അടികൾ അവൻ ഏറ്റുവാങ്ങി. അവന്റെ വിലാപ്പുറം ഒരു പടയാളി കുത്തി രക്തവും വെള്ളവും. അവന്റെ ശരീരത്തിന്റെ കൈകാലുകളിൽ കാരിരുമ്പാണികൾ അടിച്ചിറക്കി. തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി. മകനെ, മകളെ, നാം ചെയ്ത പാപം, നമ്മുടെ പിതാക്കന്മാർ ചെയ്ത പാപം, തലമുറകൾ ചെയ്ത പാപത്തിന് വേണ്ടി
ഒരുവൻ പരമയാഗമായി. കണ്ടാലും കാൽവറിയിലെ ദർശനം, അവന്റെ രക്തം സകല പാപവും പോക്കി ഇന്ന് രാത്രി നമ്മെ ശുദ്ധീകരിക്കുന്നു.